സിവോറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു മെക്കാനിക്കൽ പോർഷന്റെ ഫൈനൽ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അല്ലേ. അതായത് ക്വിക്ക് റിവിഷൻ സീരീസ് 11 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 7ലുള്ള ബിയറിംഗ് ആണ് കേട്ടോ. ബിയറിംഗിൽ പറയുന്നത് നമുക്ക് എക്സാമിന് പറഞ്ഞിട്ടുള്ളത് ടൈപ്സും അഡ്വാൻറ്റേജസും മാത്രമാണ്. നോളജ് ഓഫ് ബിയറിംഗ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ അല്ലേ. അപ്പം ഇത് ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് ബിയറിംഗിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം അല്ലേ. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മൂവിങ് പാർട്ടിനെ അല്ലെങ്കിൽ മൂവിങ് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻ എലമെന്റ് ആണ് ഈ ഒരു ബിയറിംഗ് എന്ന് പറയുന്നത്. അതായത് സപ്പോർട്ട് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ വിയർ റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്മൂത്ത് റൊട്ടേഷൻ അലോ ചെയ്യേണ്ടിയിട്ട്, ലോഡ് ക്യാരി ചെയ്യാനൊക്കെ നമ്മൾ മെഷീനിൽ കൊടുക്കുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ബിയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കൊന്നുകൂടെ തിയറി നോക്കാം. എ ബിയറിംഗ് ഈസ് എ മെഷീൻ എലമെന്റ് ദാറ്റ് സപ്പോർട്ട് മൂവിങ് ഓർ റൊട്ടേറ്റിംഗ് പാർട്ട് ആണ് ആൻഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ആൻഡ് വിയർ ആണ് അല്ലേ. അപ്പം അത് നോക്കി വെക്കുക. ഇനി നമുക്ക് അതുപോലെ തന്നെ ലൂബ്രിക്കന്റ് ഓയിൽ ഓർ ഗ്രീസ് ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ആൻഡ് ബിയറിംഗ് ടു മിനിമൈസ് ദ ഫ്രിക്ഷൻ അല്ലേ. അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു ബിയറിംഗ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് മെഷീനിൽ ഒരു റൊട്ടേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ബിയറിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ റൊട്ടേഷൻ ഇല്ലാത്തൊരു മൂവ്മെന്റ് ആയിരിക്കും അല്ലേ മെഷീൻസിന് ഉണ്ടാവുക. അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഫങ്ഷൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സപ്പോർട്ട്സ് ദ ഷാഫ്റ്റ്, holds the shaft in correct position, allows the smooth rotation or motion, reduce friction and wear, carries radial or thrust load അല്ലേ. ഇനി നമുക്കിതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കാനുള്ളത്. ഒന്ന് പ്ലെയിൻ ബിയറിംഗ്, അതുപോലെ തന്നെ റോളിംഗ് ബിയറിംഗ് അല്ലേ. പ്ലെയിൻ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അതൊരു പ്ലെയിൻ ആയിട്ടായിരിക്കും അല്ലേ ഉണ്ടാവുക. അതായത് മോഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ആണ് ഈ ഒരു പ്ലെയിൻ ബിയറിംഗിൽ വരിക. പ്ലെയിൻ ബിയറിംഗ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ബിയറിംഗ് ഇതിനെ പറയും കേട്ടോ. ഹൈ ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. മറിച്ച് റോളിംഗ് ബിയറിംഗ് അല്ലെങ്കിൽ റോളിംഗ് ബിയറിന്റെ വേറെ ഒരു പേരാണ് ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ്. ഈ ബിയറിംഗ് നോക്കുക, ഇതിന്റെ ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് ആണ്. അപ്പം ഇതിന്റെ മോഷൻ റോളിംഗ് മോഷൻ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതെങ്ങനെയാ സ്ലൈഡിംഗ് ആണ് വരുന്നത്. ഈ റോളിംഗ് ഇവിടെ മോഷൻ വരുന്നത് എങ്ങനെയാണ്? റോളിംഗ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ബോൾസ് റോളേഴ്സ് യൂസ്ഡ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ബോൾസ് അല്ലെങ്കിൽ റോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലോ ഫ്രിക്ഷൻ ആണ്, അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ആണ് റോളിംഗ് ബിയറിംഗ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ബിയറിംഗിന് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് ചെറിയൊരു പോർഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയുന്ന പോർഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷന്റെ തിയറി നോക്കാം. അതായത് സ്ലൈഡിംഗ് കോണ്ടാക്ട് അല്ലെങ്കിൽ പ്ലെയിൻ ബിയറിംഗ് മോഷൻ ഈസ് ബൈ സ്ലൈഡിംഗ് ആണ്. ഹൈ ഫ്രിക്ഷൻ കമ്പയർ ടു റോളിംഗ് ബിയറിംഗ് ആണ് വരുന്നത്. റിക്വയർസ് പ്രോപ്പർ ലൂബ്രിക്കേഷൻ. ടൈപ്സ് ആണ് ജോണൽ അല്ലെങ്കിൽ സ്ലീവ് ബിയറിംഗ്, സ്ലിപ്പർ അല്ലെങ്കിൽ ഗൈഡ് ബിയറിംഗ്, ത്രസ്റ്റ് ബിയറിംഗ്, ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ്, കോളർ ബിയറിംഗ്. ഇതാണ് ഇതിന്റെ ടൈപ്സ് വരുന്നത്. പിന്നെ നമുക്ക് റോളിംഗ് കോണ്ടാക്റ്റിലാണെങ്കിൽ ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് ആണ് അല്ലെ. മോഷൻ ഈസ് ബൈ റോളിംഗ് യൂസിങ് ബോൾസ് ഓർ റോളേഴ്സ് ആണ്. ലോ ഫ്രിക്ഷൻ ആൻഡ് ഹൈ എഫിഷ്യൻസി ആണ് ഇവിടെ എന്നുള്ളത് നോക്കാം. ടൈപ്സ് ബോൾ ബിയറിംഗ്, റോളർ ബിയറിംഗ്, സിലിണ്ടറിക്കൽ റോളർ, ടാപ്പർ റോളർ, നീഡിൽ റോളർ, സ്ഫെറിക്കൽ റോളർ. ഇതൊക്കെയാണ് ഇതിന്റെ ടൈപ്സ് വരുന്നത്. പിന്നെ നമുക്ക് ലോഡ് സോൺ ബിയറിംഗിൽ നോക്കാം അല്ലെ. ലോഡ് സോൺ ബിയറിംഗ് എങ്ങനെയാണ് വരുന്നത്? റേഡിയൽ ബിയറിംഗ് ആണെങ്കിൽ സപ്പോർട്ട് ലോഡ് പെർപെൻഡിക്കുലർ ടു ദ ഷാഫ്റ്റ് ആയിരിക്കും. ത്രസ്റ്റ് ബിയറിംഗ് ആണെങ്കിൽ സപ്പോർട്ട് ലോഡ് അലോങ് ദ ഷാഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് നോക്കുക. പിന്നെ ഇതിന്റെ മെയിൻ പാർട്സ് ഓഫ് റോളിംഗ് ബിയറിംഗ് ആണ് ഇന്നർ ഫേസ്, ഔട്ടർ ഫേസ്, റോളിംഗ് എലമെന്റ് അതായത് ബോൾ ഓർ റോളർ. അത് നോക്കുക. റോളിംഗ് എലമെന്റ് ഏതാണ്? ബോൾ അല്ലെങ്കിൽ റോളർ ആയിരിക്കും. പിന്നെ കേജ് സെപ്പറേറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് റോളിംഗ് ബിയറിംഗ് ആണ്. ലോ ഫ്രിക്ഷൻ ആണ്, ഹൈ എഫിഷ്യൻസി ആണ്, ആക്യുറേറ്റ് ഷാഫ്റ്റ് അലൈൻമെന്റ് ആണ്, ലോ മെയിൻ്റനൻസ് ആണ് വരിക, റിലയബിൾ ഓപ്പറേഷൻസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരികയാണെങ്കിൽ ഹയർ ഇനീഷ്യൽ കോസ്റ്റ് വരും. അതുപോലെ തന്നെ നോയ്സി അറ്റ് വെരി ഹൈ സ്പീഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബിയറിംഗ് ഹൗസിംഗ് ഡിസൈൻ ഈസ് മോർ കോംപ്ലക്സ് ആയിരിക്കും അല്ലേ. അപ്പം ഇത്രയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കുക. ഈ ഒരു ഫ്രിക്ഷന്റെ കാര്യം ഒക്കെ ഓർക്കുക. ലോ ഫ്രിക്ഷൻ ആയിരിക്കും റോളിംഗ് ബിയറിംഗിൽ ഉള്ളത്. അപ്പം അതേ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബിയറിംഗിന്റെ ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾ നോക്കുക.
ബോൾ ബിയറിംഗ്, അതുപോലെ തന്നെ ഡബിൾ റോ ബോൾ ബിയറിംഗ്, സ്പെറിക്കൽ റോളർ ബിയറിംഗ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ബിയറിംഗ് മെറ്റീരിയൽസ് അല്ലെ, ബിയറിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വരുന്നത്? റാബിറ്റ് മെറ്റൽ, ബ്രോൺസ്, കാസ്റ്റ് അയേൺ, ഹൈ കാർബൺ ക്രോമിയം സ്റ്റീല് റോളിംഗ് ബിയറിങ്ങിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം അലോയി, പിന്നെ കാർബൺ ഗ്രാഫൈറ്റ്, നൈലോൺ ആൻഡ് PTFE, അതുപോലെ തന്നെ സിൻഡേർഡ് മെറ്റൽ. അപ്പം ഇത്രയാണ് നമ്മൾ ബിയറിങ്ങിന്റെ മെറ്റീരിയൽസ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ നോക്കി വെക്കുക, ജസ്റ്റ് ഈ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ബോൾ ബിയറിംഗ് ഡെസിഗ്നേഷൻ അല്ലേ, അതായത് ഓക്കെ അത്ര ഡെപ്ത് ആയിട്ട് നമുക്ക് നോക്കണ്ട. ലൂബ്രിക്കേഷന്റെ ഫംഗ്ഷൻ മാത്രം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ മിനിമൈസ് വിയർ, പ്രിവെന്റ് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട്, അതുപോലെ തന്നെ ഡിസിപ്ലേറ്റ് ഹീറ്റ്, പ്രിവെന്റ് കൊറോഷൻ, ഇൻക്രീസ് ബിയറിംഗ് ലൈഫ് അല്ലെ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ലൂബ്രിക്കേറ്റിന്റെ ഫംഗ്ഷൻ. എന്തൊക്കെയാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും, വിയർ മിനിമൈസ് ചെയ്യും, അതുപോലെ തന്നെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് പ്രിവെന്റ് ചെയ്യും, അതുപോലെ തന്നെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യും, അതുപോലെ തന്നെ ബിയറിംഗിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇതൊക്കെ ലൂബ്രിക്കന്റിന്റെ അല്ലെങ്കിൽ ലൂബ്രിക്കേഷന്റെ ഫങ്ഷൻസ് ആണ് എന്നുള്ളത് നോക്കാം. അതുപോലെ നമുക്കിപ്പം ഈ ഒരു കംപ്ലീറ്റ് പഠിച്ച കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബിയറിംഗിൽ പഠിക്കാനുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബിയറിംഗിൽ പഠിക്കാനുള്ളൂ. ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിയറിംഗ് ഈസ് എ മെഷീൻ എലിമെന്റ് ദാറ്റ് കൺസ്ട്രെയിൻസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ്, ഓൺലി ദ ഡിസൈഡ് മോഷൻ അല്ലെ. അപ്പം സപ്പോർട്ടിങ് റൊട്ടേറ്റിംഗ് എലമെന്റ് ആണ് നമ്മൾ ഈ ഒരു ബിയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിയറിംഗ് ആണ്? റോളർ ബിയറിംഗ്, ബോൾ ബിയറിംഗ്, ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് വരുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് ബിയറിംഗ് ആണ് എന്താണ്? ലോഡ് ബിയർ ചെയ്യും, അതുപോലെ തന്നെ ഇറ്റ് ലൊക്കേറ്റ്സ് റൊട്ടേറ്റ് പാർട്സ് ഇൻ കറക്റ്റ് പൊസിഷനിലെ, കറക്റ്റ് പൊസിഷനിൽ നമുക്കിപ്പം റൊട്ടേറ്റ് ചെയ്യാനല്ലേ. നമ്മളിപ്പോൾ സൈക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ, സൈക്കിളൊക്കെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അല്ലേ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഓർത്ത് വെക്കുക. നമുക്കിതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് നമ്മൾ സൈക്കിള് പറയാൻ പറ്റും, അതുപോലെ തന്നെ മോട്ടോർ ഷാഫ്റ്റ്, ഫാൻ ഷാഫ്റ്റ് ഒക്കെ പറയാൻ പറ്റും അല്ലെ. ആ ഒരു റൊട്ടേറ്റിംഗ് എന്നുള്ളത് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് ബിയറിംഗിൽ സ്ലൈഡിങ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ബിയറിംഗും, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു സെക്കൻഡ് റോളിംഗ് കോണ്ടാക്റ്റോ ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് അല്ലെ. സ്ലൈഡിങ് കോണ്ടാക്ട് ആണെങ്കിൽ ഫ്രിക്ഷണൽ ബിയറിംഗ്, റോളിംഗ് കോണ്ടാക്ട് ആണെങ്കിൽ ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൽ ലോഡിംഗ് ലൂബ്രിക്കേഷൻ കോൺഫിഗറേഷൻ വരുന്നുണ്ട്. ലോഡിംഗ് ആണെങ്കിൽ ആക്സിയൽ ഉണ്ട്, റേഡിയൽ ഉണ്ട്, കമ്പൈൻഡ് വരുന്നുണ്ട് കേട്ടോ. സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൽ ലൂബ്രിക്കേഷനിലാണെങ്കിൽ ഹൈഡ്രോഡൈനാമിക്കും ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക്കും ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ആണെങ്കിൽ സോളിഡ് ബുഷിംഗ്, സ്പ്ലിറ്റ് ബുഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇവിടെ നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ട്. സ്ലൈഡിങ്ങിൽ ലോഡിങ്, ലൂബ്രിക്കേഷൻ, കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗിൽ വരുന്നുണ്ട്. ഈ ലോഡിങ്ങിൽ വരുന്നതാണ് ആക്സിൽ, റേഡിയൽ, കമ്പൈൻഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതിൽ ലൂബ്രിക്കേഷൻ ആണെങ്കിൽ ഹൈഡ്രോഡൈനാമിക്കും ഹൈഡ്രോസ്റ്റാറ്റിക്കുമാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പവർ യൂസ് ചെയ്യുന്നത് അല്ലെ. യൂസിങ് എക്സ്റ്റേണൽ പവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സോളിഡ് ബുഷിങ്ങും സ്പ്ലിറ്റ് ബുഷിങ്ങും വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. അതുപോലെ റോളിംഗ് എലമെന്റ് ആണെങ്കിൽ ബോള്, റോളർ, നീഡിൽ മാത്രമാണ് കേട്ടോ വരുന്നത്. അപ്പം ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻ കേസ് എക്സാമിന് എവിടെയെങ്കിലും ഈ ഒരു വേർഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ബിയറിംഗുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടിയിട്ട് മാത്രം നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രിക്ഷണൽ ബിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡിംഗ് മോഷൻ ആണ്. റോളിംഗ് ബിയറിംഗ് ആണെങ്കിൽ റോളിംഗ് മോഷൻ ആണ്. ജേർണൽ ബിയറിംഗ് റേഡിയൽ ലോഡാണ് വരുന്നത്. ത്രസ്റ്റ് ബിയറിംഗ് ആണെങ്കിൽ ആക്സിയൽ ലോഡാണ്. പിന്നെ സെൽഫ് അലൈൻഡ് ബിയറിംഗ്, പിന്നെ നീഡിൽ റോളർ ബിയറിംഗ്, ടാപ്പർ റോളർ ബിയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമ്പൈൻഡ് റേഡിയൽ പ്ലസ് ത്രസ്റ്റ് ലോഡ്. ഇതിൽ എക്സാമിന് അധികവും നമ്മൾ ചോദിക്കാറുള്ളത് സ്ലൈഡിങ്ങും റോളിങ്ങും ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗും. നമ്മുടെ അടുത്ത് ടൈപ്സ് തന്നെയാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ടൈപ്സും അഡ്വാൻറ്റേജസും അല്ലെ. അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രിക്ഷണൽ ബിയറിംഗിൽ അഡ്വാൻറ്റേജസ് വരുന്നത് ഈസി ടു മാനുഫാക്ചർ ആണ്, കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ലൈഫ് ആണ് വരുന്നുണ്ടാവുക. ലെസ് സെൻസിറ്റിവിറ്റി ടു ഇഞ്ചുറി ആയിരിക്കും. ലെസ് റേഡിയൽ സ്പേസ് റിക്വയർഡ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ വരുന്നത് ഹയർ സ്റ്റാർട്ടിങ് ടോർക്ക് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്ലൈഡിങ്ങിൽ വരുന്നത്, സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ബിയറിംഗിൽ വരുന്നുണ്ടാവുക. ലോസ് ഓഫ് ലൂബ്രിക്കേഷൻ മോർ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മോർ പവർ ഈസ് നീഡഡ്
എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള റോളിംഗിലേക്ക് വരുന്ന സമയത്ത് റോളിംഗിൽ എങ്ങനെയാണ് വരുന്നുണ്ടായിരുന്നത്? റോളിംഗിൽ വരുന്ന സമയത്ത് അതിനെ നമ്മൾ ആന്റി ഫ്രിക്ഷണൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. അഡ്വാൻറ്റേജസ് ലോ ആക്സിയൽ സ്പേസ് ആണ് റിക്വയർഡ്, അതുപോലെ തന്നെ ഓപ്പറേറ്റ്സ് ഓൺ മിനിമം ഫ്രിക്ഷൻ ആണ്, ലോ പവർ കൺസംഷൻ ആണ്, ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈസി മെയിൻ്റനൻസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് കോംപ്ലക്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. മോർ സെൻസിറ്റിവിറ്റി ടു ഷോക്ക് ലോഡിങ്ങും അതുപോലെ തന്നെ മിസ് അലൈൻമെന്റ് എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബോൾ ആൻഡ് റോളർ ബിയറിംഗും കൂടെ നമുക്കൊന്ന് നോക്കാം. ബോൾ ആൻഡ് റോളർ ബിയറിംഗ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇൻ കേസ് എക്സാമിന് എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കേട്ട ഓർമ്മയിലെങ്കിലും എഴുതാൻ പറ്റാന്നുള്ള രീതിയിൽ നമ്മൾ നോട്ട്സ് ആഡ് ചെയ്തിട്ടില്ല. ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ക്യാരി എ ഹൈ ലോഡാണ്, അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ അതിനെ റണ്ണ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റോളർ ആണെങ്കിൽ ക്യാൻ ക്യാരി ഹെവി ലോഡാണ്. അതുപോലെ തന്നെ അതെ നമ്മൾ പറഞ്ഞ മാറിപ്പോയിട്ടുണ്ട്. ബോളിൽ വരുന്ന സമയത്ത് ക്യാൻ കേരി ലൈറ്റർ ലോഡാണ്, റോളറിൽ വരുന്ന സമയത്ത് ക്യാൻ കേരി ഹെവിയർ ലോഡാണ് വരുന്നത്. ബോളിൽ വരുന്ന സമയത്ത് ക്യാൻ റൺ അറ്റ് ഹയർ സ്പീഡാണ്, റോളറിൽ വരുന്ന സമയത്ത് റൺ ലൈറ്റർ സ്പീഡാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബോൾ ആവുന്ന സമയത്ത് ഒരു പോയിന്റ് കോണ്ടാക്ട് ആണ്, റോൾ ആവുന്ന സമയത്ത് ലൈൻ കോണ്ടാക്ട് ആണ് എന്നുള്ളതും കൂടെ നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ സോളിഡിന്റെ ലൂബ്രിക്കന്റ് വരുന്നത് ഗ്രാഫൈറ്റ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇൻ കേസ് എക്സാമിന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ത്രസ്റ്റ് ബിയറിംഗ് എന്നുണ്ടെങ്കിൽ ക്യാരിയിങ് ആക്സിയൽ ലോഡാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ ഹൈ ആക്സിയൽ ലോഡ് എന്നുള്ളതൊക്കെ ഈ ഒരു ത്രസ്റ്റ് ബിയറിംഗുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ബിയറിംഗിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി നോട്ട്സ് വേണമെങ്കിൽ നമ്മളുടെ സിവോറ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ പ്ലേ സ്റ്റോറിൽ നമ്മളെ ആപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും അതുപോലെ തന്നെ KWAന്റെയും സിവിലിന്റെയും സെപ്പറേറ്റ് സബ്ജക്റ്റ് വൈസ് നോട്ട്സും സബ്ജക്റ്റ് വൈസ് MCQs അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് നോട്ട്സും അതുപോലെ തന്നെ ആ നോട്ട്സിന്റെ തന്നെ ക്വിക്ക് റിവിഷൻ നോട്ട്സും. ഇത് കൂടാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും 2005 to 2026 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നമ്മൾ എന്തായാലും ഈ ക്ലാസ്സിന്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും. ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പറയുന്ന നോട്ട്സ് കൂടാതെ അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇത് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്തായാലും ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ് അല്ലേ. ക്വസ്റ്റ്യനിൽ വരുന്നത് ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ ബിയറിംഗ് ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻ എ ഇൻക്രീസ് ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി സപ്പോർട്ട് എ മൂവിംഗ് ഷാഫ്റ്റ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ, ഓപ്ഷൻ സി ഇൻക്രീസ് സ്പീഡ്, ഓപ്ഷൻ ഡി സ്റ്റോർ എനർജി അല്ലേ. അപ്പം എ ബിയറിംഗ് ഈസ് യൂസ്ഡ് ടു എന്തിനാണ് നമ്മൾ ബിയറിംഗ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, സപ്പോർട്ട് എ മൂവിംഗ് ഷാഫ്റ്റ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൂബ്രിക്കന്റ് യൂസ്ഡ് ബിയറിംഗ് മെയിൻലി റെഡ്യൂസ്, ഓപ്ഷൻ എ വെയിറ്റ്, ഓപ്ഷൻ ബി സ്പീഡ്, ഓപ്ഷൻ സി ഫ്രിക്ഷൻ ആൻഡ് വിയർ, ഓപ്ഷൻ ഡി നോയിസ് ഓൺലി. എന്താണ് ലൂബ്രിക്കന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ് ആവുക? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഫ്രിക്ഷൻ ആൻഡ് വിയർ ആണ് എന്നുള്ളത് നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുകയാണെങ്കിൽ ബിയറിംഗ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഓപ്ഷൻ എ പ്ലെയിൻ ആൻഡ് ജേർണൽ ബിയറിംഗ്, ഓപ്ഷൻ ബി സ്ലൈഡിംഗ് കോണ്ടാക്ട് ആൻഡ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, ഓപ്ഷൻ സി ബോൾ ആൻഡ് റോളർ ബിയറിംഗ്, ഓപ്ഷൻ ഡി ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ബിയറിംഗ് അല്ലെ. ബിയറിംഗ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഏതാണ് വരുന്നത്? സ്ലൈഡിംഗ് കോണ്ടാക്ട് ആൻഡ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആണ് അല്ലേ. അതിന്റെ അൾട്ടർനേറ്റീവ് നെയിംസും ഈ ഒരു മൈൻഡിൽ നിങ്ങൾക്ക് ഓർമ്മ വരണം. അതും എക്സാമിന് ചോദിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 വരുന്നത് ഇൻ എ സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ദ റിലേറ്റീവ് മോഷൻസ് ഈസ് ഓപ്ഷൻ എ റോളിംഗ്, ഓപ്ഷൻ ബി സ്ലൈഡിംഗ്, ഓപ്ഷൻ സി ഓസിലേറ്റിംഗ്, ഓപ്ഷൻ ഡി റൊട്ടേറ്റിംഗ് ഓൺലി അല്ലെ. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് റിലേറ്റീവ് മോഷൻ ഈസ് ഏതാണ് വരുന്നത്? സ്ലൈഡിംഗ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ഏതാണ്? റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആർ ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ പ്ലെയിൻ ബിയറിംഗ്, ഓപ്ഷൻ ബി ജേർണൽ ബിയറിംഗ്, ഓപ്ഷൻ സി ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ്, ഓപ്ഷൻ ഡി ബുഷ് ബിയറിംഗ് അല്ലെ. റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് നമ്മൾ പറയുന്നത് എന്താണ്? ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നത് വിച്ച് ബിയറിംഗ് ഈസ് യൂസസ് ബോൾ ആൻഡ് റോളിംഗ് എലമെന്റ്. ഓപ്ഷൻ എ നീഡിൽ ബിയറിംഗ്, ഓപ്ഷൻ ബി റോളർ ബിയറിംഗ്, ഓപ്ഷൻ സി ബോൾ ബിയറിംഗ്, ഓപ്ഷൻ ഡി ജേർണൽ ബിയറിംഗ് അല്ലെ. ഏതാണ്? വിച്ച് ബിയറിംഗ് യൂസ്ഡ് ബോൾ ആസ് എ റോളിംഗ് എലമെന്റ് ആണ് അല്ലെ. റോളിംഗ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, ബോൾ ബിയറിംഗ് ആണ് എന്നുള്ളത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 വരുന്ന സമയത്ത് വിച്ച് റോളിംഗ് ബിയറിംഗ് ക്യാൻ ക്യാരി ബോത്ത് റേഡിയൽ ആൻഡ് ത്രസ്റ്റ് ലോഡ്സ് ആണ്. ഓപ്ഷൻ എ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ്, ഓപ്ഷൻ ബി നീഡിൽ റോളർ ബിയറിംഗ്, ഓപ്ഷൻ സി ടാപ്പർ റോളർ ബിയറിംഗ്, ഓപ്ഷൻ ഡി സോളിഡ് ജേർണൽ ബിയറിംഗ് അല്ലെ. ഏതാണ്? വിച്ച് റോളർ ബിയറിംഗ് ക്യാൻ ക്യാരി ബോത്ത് റേഡിയൽ ആൻഡ് ത്രസ്റ്റ് ലോഡ് അല്ലെ. ഏതാണ് വരുന്നത്? ടാപ്പർ റോളർ ബിയറിംഗ് ആണ് കേട്ടോ. ടാപ്പർ റോളർ ബിയറിംഗ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് വിച്ച് ബിയറിംഗ് ഓട്ടോമാറ്റിക്കലി അക്കോമഡേറ്റ് ഷാഫ്റ്റ് മിസ് അലൈൻമെന്റ് ആണ്. ഓപ്ഷൻ എ ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ്, ഓപ്ഷൻ ബി സെൽഫ് അലൈൻഡ് ബോൾ ബിയറിംഗ്, ഓപ്ഷൻ സി നീഡിൽ ബിയറിംഗ്, ഓപ്ഷൻ ഡി ജേർണൽ ബിയറിംഗ് അല്ലെ. വിച്ച് ബിയറിംഗ് ഓട്ടോമാറ്റിക്കലി അക്കോമഡേറ്റ് ഷാഫ്റ്റ് മിസ് അലൈൻമെന്റ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെൽഫ് അലൈൻഡ് ബോൾ ബിയറിംഗ് അല്ലെ. സെൽഫ് അലൈൻഡ് ആവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും അല്ലെ. സെൽഫ് അലൈൻഡ് അല്ലെ. ആ പേരും തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമ്മളുടെ സിലബസിൽ ഇതിലൊരു ബിയറിംഗിൽ ചെറിയൊരു പോർഷനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള കുറച്ച് ഏരിയാസും മാത്രം നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നോട്ട്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഇതിൻ്റെ കൂട്ടത്തിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് സെറ്റ് ആക്കുക അല്ലെ. നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണല്ലേ കാര്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റാങ്ക് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.